നമസ്കാരം. മദിരാശിയിലെ ഫിലിം ചേംബറിൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ശ്രീനിവാസൻ്റെ സീനിയറായി പഠിച്ച വിദ്യാർത്ഥിയായിരുന്നു രജനീകാന്ത്. പിന്നീട് രജനീകാന്ത് ഏത് നിലയിലെത്തി എന്ന് നമുക്കറിയാം. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് പണ്ട് തൻ്റെ ഒപ്പം പഠിച്ചവരും തൻ്റെ ജൂനിയർ സീനിയറായി പഠിച്ചവരുമായും ഒക്കെ തന്നെ ഏറ്റവും മികച്ച വ്യക്തിബന്ധം തന്നെ ഉണ്ടായിരുന്നു. ശ്രീനിവാസൻ തന്നെ പറയുന്നത് താൻ രജനീകാന്തിൻ്റെ ജൂനിയറായി പഠിക്കുന്ന കാലത്ത് തന്നെ ഒരിക്കൽ തൻ്റെ അഭിനയം കണ്ടിട്ട്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏതോ ഒരു ചടങ്ങിൽ അഭിനയം കണ്ടിട്ട് നന്നായി അഭിനയിച്ചിട്ടുണ്ട് എന്ന് രജനീകാന്ത് അഭിനന്ദിച്ച കാര്യം. എന്നാൽ പിന്നീട് രണ്ടുപേരും സിനിമയിൽ വളരെ സജീവമായി വളരെ ഉന്നതങ്ങളിലെത്തിയപ്പോഴാണ് പിന്നീട് പലപ്പോഴും ഇവർ തമ്മിൽ കണ്ടുമുട്ടാൻ ഇടയായത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലയാളത്തിൽ ശ്രീനിവാസൻ തിരക്കഥ എഴുതി മമ്മൂട്ടിയും ശ്രീനിവാസനും ഒക്കെ അഭിനയിച്ച കഥ പറയുമ്പോൾ എന്ന ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടന്നത്. ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചർച്ച നടന്ന സമയത്ത് രജനീകാന്ത് ഒരു ദിവസം ഈ സിനിമ കാണാനായി എത്തിയിരുന്നു. ശ്രീനിവാസൻ തിയേറ്ററിലേക്ക് എത്തുമ്പോഴേക്കും ഈ സിനിമ ഏതാണ്ട് കഴിയാറായിരുന്നു. പക്ഷേ സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ രജനീകാന്തിനെ ശ്രീനിവാസൻ കാണുമ്പോൾ ശ്രീനിവാസൻ പറയുന്നത് രജനീകാന്തിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു എന്നാണ്. കാരണം ആ സിനിമയിലെ അവസാനത്തെ വളരെ വികാരനിർഭരമായ രംഗങ്ങൾ നമുക്കറിയാം. ബാർബറായ ബാലൻ്റെ സഹപാഠിയായിരുന്ന അശോക് രാജ് എന്ന സൂപ്പർ സ്റ്റാർ തൻ്റെ സഹപാഠിയെ തിരിച്ചറിയുന്നതും സഹപാഠിയെക്കുറിച്ച് ഒരു സ്കൂളിലെ പരിപാടിയിൽ പ്രസംഗിക്കുന്നതും ഒടുവിൽ സഹപാഠിയായ ബാർബർ ബാലൻ്റെ വീട്ടിലേക്ക് സൂപ്പർ സ്റ്റാർ അശോക് രാജ് എത്തുന്നതും ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് എന്നൊക്കെ പറയുന്ന അങ്ങേറ്റം വികാരനിർഭരമായ രംഗങ്ങളൊക്കെ കണ്ട് രജനീകാന്ത് ശരിക്കും അദ്ദേഹം കരഞ്ഞുപോയി എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ശ്രീനിവാസനോട് ചോദിച്ചു അത്രേ, ശ്രീനി ഇത്രയും മനോഹരമായി എഴുതുമെന്ന് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു എന്നാണ്. കാരണം രജനീകാന്ത് അറിയുന്ന ശ്രീനിവാസൻ ഒരു നടനാണ്, ആക്ടിംഗ് കോഴ്സിൽ തൻ്റെ ജൂനിയറെ പഠിച്ച ആളാണ്. അതല്ലാതെ ഒരു വലിയ തിരക്കഥാകൃത്താണെന്ന് ശരിക്കും അദ്ദേഹത്തിന് കൃത്യമായി അന്ന് അറിഞ്ഞിരുന്നില്ല എന്നാണ്. അദ്ദേഹം വളരെ വൈകാരികമായി തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹം ആദ്യം അഭിനയിക്കാൻ കുറച്ച് വിസമ്മതിച്ചെങ്കിൽ പോലും പിന്നീട് നമുക്കറിയാം കുചേലൻ എന്ന പേരിൽ ആ സിനിമ തമിഴിൽ റീമേക്ക് ചെയ്തിരുന്നു, ഈ സിനിമ ഹിന്ദിയിലെടുത്തിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ശ്രീനിവാസൻ പറയാറുള്ളത് രജനീകാന്ത് എന്ന നല്ല മനുഷ്യനെ കുറിച്ചാണ്. എത്ര ഉന്നതങ്ങളിലെത്തുമ്പോഴും താൻ വന്നത് എവിടെ നിന്നാണ് എന്നും മറക്കാത്ത സാധാരണക്കാരനെ പോലെ പഴയ സുഹൃത്തുക്കളോട് എന്നും എക്കാലത്തും അത്രയും അടുപ്പത്തോടെ ഹൃദയബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു രജനീകാന്ത് എന്നാണ് ശ്രീനിവാസൻ പറയുമാറ്. ഇന്നിപ്പോൾ ശ്രീനിവാസൻ്റെ വിയോഗമറിഞ്ഞ് രജനീകാന്ത് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇതിലേക്കാണ്. രജനീകാന്തിനെ പോലെയുള്ള ഒരുപക്ഷെ ഇന്ന് ഇന്ത്യൻ സിനിമയിലെ തന്നെ അത്ഭുതമായി മാറിക്കഴിഞ്ഞ ആ ഒരു മനുഷ്യൻ പോലും ശ്രീനിവാസനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. ശ്രീനിവാസൻ്റെ സിനിമകൾ, അദ്ദേഹം തിരക്കഥ സിനിമകളൊക്കെ തന്നെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് ഒരു ജൂനിയർ സീനിയർ ബന്ധം മാത്രമല്ല, ഒരു വലിയ കലാകാരൻ മറ്റൊരു വലിയ കലാകാരനെ അംഗീകരിക്കുക എന്നുള്ള വലിയൊരു മനസ്സിനെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിനിമയിൽ പലപ്പോഴും നമുക്കറിയാം ബന്ധങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല, ആളുകൾ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളൊക്കെ തന്നെ ഏതാനും ചിലരൊഴിച്ചാൽ മറ്റുള്ളവർക്കൊന്നും തന്നെ അങ്ങനെ ഒരു ബന്ധമൊന്നും സൂക്ഷിക്കുന്ന രീതി അവിടെയില്ല. പക്ഷേ രജനീകാന്ത് എക്കാലത്തും ശ്രീനിവാസനോട് ആ ഒരു സ്നേഹം പുലർത്തിയിരുന്നു. ഒരുപക്ഷെ രണ്ടുപേരും അന്ന് ഈ അഭിനയ കോഴ്സ് പഠിക്കാൻ എത്തുമ്പോൾ അന്ന് സിനിമയിൽ ആവശ്യമായ അസാമാന്യമായ പൊക്കമോ വെളുത്ത നിറമോ അസാമാന്യ സൗന്ദര്യമോ ഒന്നുമില്ലാത്ത സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. ഒരുപക്ഷെ അന്ന് ഇവരുടെ കൂടെ പഠിച്ചിട്ടുള്ള ആളുകൾ പോലും കരുതിയിരിക്കില്ല ഒരു കാലത്ത് ഇവർ സിനിമ കീഴടക്കുമെന്ന്. ഒരുപക്ഷെ അവരൊക്കെ ആ പരിഹാസങ്ങൾ കേട്ടിരുന്നിരിക്കാം അവിടെ പഠിക്കുന്ന കാലത്ത്. ഇവരൊക്കെ പോയി എന്ത് ചെയ്യാൻ? കാരണം അന്നത്തെ കാലത്ത് ആളുകൾക്ക് മാതൃകയാക്കാൻ ഒരുപാട് മറ്റ് നടന്മാരുണ്ടായിരുന്നു. വെളുത്ത നിറവും അസാമാന്യ മുഖ സൗന്ദര്യവും അല്പശ്രേണഭാവവും ഒക്കെ ആവശ്യമായിരുന്ന ഒരു കാലഘട്ടത്തിൽ അതൊന്നുമില്ലാത്ത നമ്മളൊക്കെ എന്നും കാണുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ രൂപമുള്ള ശ്രീനിവാസനും രജനീകാന്തുമൊക്കെ ഒരു കാലത്ത് വെള്ളിത്തിര കീഴടക്കുമെന്ന് ഒരുപക്ഷെ അവർ പോലും കരുതിയിരുന്നിരിക്കില്ല എന്ന് വേണം പറയാൻ. ശിവാജി റാവു ഗൈക്വാദ് എന്നായിരുന്നു രജനീകാന്തിൻ്റെ ശരിയായ പേര്. അദ്ദേഹം അന്നത്തെ കാലത്ത് ഈ കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് സിഗരറ്റ് പ്രത്യേക സ്റ്റൈൽ രജനീകാന്ത് ഇടുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അത് പലപ്പോഴും അദ്ദേഹം ചെയ്യുന്നത് താൻ കണ്ടിട്ടുള്ളതായി ശ്രീനിവാസൻ പറയുമായിരുന്നു. ഏതായാലും ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ആ ഒരു ബന്ധം അതൊരു വലിയ ആത്മബന്ധമായി തന്നെ പിൽക്കാലത്ത് മാറുകയും ചെയ്തിരുന്നു. ശ്രീനിവാസൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ തനിക്ക് ഏറെ ഇഷ്ടമാണ് എന്ന് രജനീകാന്ത് എപ്പോഴും പറയുകയും ചെയ്യുകയായിരുന്നു. ഒരുപക്ഷെ ആ ഒരു ബന്ധത്തിൻ്റെ കൂടി പേരിലായിരിക്കാം രജനീകാന്ത് അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലിയിലുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ രീതിയിൽ കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ ഈ ഒരു വലിയ താരമായി അഭിനയിക്കാൻ പോലും തയ്യാറായത്.